السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, അഭ്യുതകാംക്ഷികളെ, നമുക്ക് അന്നന്നത്തെ ജീവിതത്തിനുള്ള വക അള്ളാഹു നൽകിയാൽ അവനാണ് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് സ്തുതി നൽകുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ. അവനാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. കുറെ സമ്പത്തുണ്ടാവലല്ല, മറിച്ച് ദാരിദ്ര്യം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടും തരത്തിലേക്ക് താണു പോയിട്ട്, അതുപോലെ ദൈനംദിന ജീവിതത്തിന് വലിയ പ്രയാസമുണ്ടായിട്ട് രോഗങ്ങളോ മറ്റോ ബാധിച്ച് മറ്റുള്ളവരോട് ഇരക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അങ്ങനെയായി പോകുന്നതിനെയാണ് മുസ്ലിമായ മനുഷ്യൻ ഭയക്കേണ്ടത്. അങ്ങനെ സംഭവിച്ച ആളുകൾക്ക് അതിൽ ക്ഷമിക്കുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അതേസമയം വലിയ സമ്പത്തുണ്ടാകണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ഈ ചാനലിലും അതുപോലെ എൻ്റെ മറ്റൊരു ചാനലായ കമറൊളി മീഡിയ, അതിലുമൊക്കെ പ്രഭാഷണം സ്ഥിരമായി കേൾക്കുകയും നാം പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ദിക്റുകളും കറക്റ്റായിട്ട് ചൊല്ലുകയും ചെയ്യുന്നു എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഫാനാണ് എന്ന് പരിചയപ്പെടുത്തുക പോലും ചെയ്തിട്ടുള്ള അദ്ദേഹം തന്നെ എന്നോട് പരിചയപ്പെടുത്തിയ ആ ഒരു ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെയുള്ള ഒരു സുഹൃത്തുണ്ട് എൻ്റെ എടപ്പാളിൽ, നാട്ടിൽ എടപ്പാളിലും ഇപ്പോൾ സ്പെയിനിൽ വർഷങ്ങളായിട്ട് ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്ത് ഇന്നാള് പറഞ്ഞു, ബിസിനസ്സൊക്കെ വളരെ ഡള്ളാണ് ഉസ്താദെ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സമ്പാദ്യമൊന്നും വേണ്ട, മറിച്ച് അന്നന്നത്തെ ജീവിതത്തിന് മതിയാവുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കപ്പെടുന്ന രൂപത്തിലേക്ക് തരം താഴാതെ ഒന്ന് മുന്നോട്ട് പോയി കിട്ടിയാൽ മതി. കഴിയുമെങ്കിൽ ഈ യൂറോപ്പിന്റെ ഈ മണ്ണിൽ നിന്ന് എന്നെ ഒന്ന് മദീനയിലേക്ക് എത്തണം. മദീനയിലേക്ക് എത്തിച്ച് അവിടെ എനിക്ക് മദീനയിൽ ഒരു ഫ്രൂട്ട്സിന്റെ കട, മദീനയിൽ ചെറിയ ഒരു കച്ചവടം, ആ ഒരു തരത്തിലേക്കാവാൻ ദുആ ചെയ്യണമെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും വിളിച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകളോളെങ്കിലും സംസാരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടാറുണ്ട്. നമ്മുടെയൊക്കെ ബിസിയോ മറ്റോ ആയിപ്പോന്ന് പഠിച്ചിട്ട് അദ്ദേഹം കട്ട് ചെയ്യുന്നു അല്ലാതെ അദ്ദേഹത്തിന് നമ്മോട് സംസാരിച്ച് മതിയാവുന്നില്ല. അങ്ങനെ എത്രയോ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നതാണ് അന്നന്നത്തെ ജീവിതത്തിന് മതിയാകും തരത്തിൽ അള്ളാഹു നമുക്ക് ഐശ്വര്യം തരാൻ, കച്ചവടങ്ങൾ നൽകാൻ, ജീവിതത്തിൽ കുടുംബത്തിന് ഒക്കെ മതിയാകുന്ന തരത്തിലുള്ള സമ്പാദ്യം ഉണ്ടാകാൻ, ചൊല്ലാനുള്ള വളരെ ഫിറ്റായ, വളരെ എഫക്റ്റീവായിട്ടുള്ള വല്ലതും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു എന്ന് നമുക്കറിയാലോ. എന്ത് കച്ചവടം തുടങ്ങിയാലും അത് വിജയിക്കുകയാണ്. എവിടെ ഒരു കല്ല് പൊക്കിയാലും അതിന് അടിയിൽ ഒരു സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞതുപോലെ പൊട്ടതെല്ലാം പൊന്നാക്കി തീർക്കും വിധത്തിൽ വലിയ കച്ചവടങ്ങൾ വിജയിച്ച് വലിയ മുതലാളിയായി മാറിയ, മദീനയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി, സമ്പാദ്യമുള്ള സമ്പന്നനായി, കോടീശ്വരനായി മാറിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബി, എനിക്ക് ഒരുപാട് സമ്പാദ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട, എനിക്കിതുപോലെ ജീവിതത്തിന് മതിയാകുന്ന കടമില്ലാത്ത തരത്തിൽ ആരുടെ മുമ്പിലും കൊച്ചാകുന്ന രൂപത്തിലല്ലാതെ ജീവിച്ചൊന്ന് പോണം, അതിനെ എനിക്ക് ചൊല്ലാനുള്ള വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത അതേ ദിക്റാണ് എൻ്റെ കൂട്ടുകാർക്ക് മുഴുവനും, നമുക്കും എല്ലാം പരസ്പരം കൈമാറാനുള്ള ആ വലിയ ശക്തിയുള്ള മന്ത്രം. അതേതാണോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ഐശ്വര്യത്തിന്റെ ദായകമായി അറിയപ്പെടുന്ന, എല്ലാവർക്കും മനഃപ്പാടമാക്കാൻ വളരെ എളുപ്പമുള്ള, എത്ര ഓതിയാലും മതിയാകാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ആ ഭാഗങ്ങളെ ഒപ്പിയെടുക്കും വിധത്തിൽ മനോഹരമായ സാഹിത്യത്തിന്റെ വചനങ്ങൾ നിറഞ്ഞ ആ സൂറത്ത് അതേതാണെന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ളുഹാ വല്ലൈലി ഇദാ സജാ
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഈ സൂറത്തിനെ ദിവസവും പാരായണം ചെയ്യുക. 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം എത്രയെങ്കിലും ഒരു കണക്ക് വെച്ച് ചൊല്ലുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ ഒരു പഥ്യമായി ആ സൂറത്തിനെ മാറ്റിയപ്പോൾ എപ്പോഴും അത് പാരായണം ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ധാരാളം വട്ടം പാരായണം ചെയ്യുകയാണ്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം പാരായണം ചെയ്യുകയാണ്. ഏതൊരു കാര്യത്തിനും ഏതൊരു ബിസിനസ്സിനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് ഒരു കണക്ക് വെച്ച് ആ ഒരു നിയ്യത്തോടു കൂടെ ധാരാളം ഓതി തീർക്കുകയാണ്. അങ്ങനെ ഓതി 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 അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത സമ്പാദ്യത്തിന് കയ്യും കണക്കുമില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകക്കൂട്ടങ്ങൾ വന്ന് അവിടെ നിൽക്കുമ്പോൾ ആ മദീനയിലെ പാവപ്പെട്ടവർക്കൊക്കെ പെരുന്നാളായിരുന്നു. ബിസിനസ്സുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. നാട്ടുകാരുടെ എല്ലാവരുടെയും വലിയ കച്ചവട സംഘം വന്നെത്തിയതിന്റെ ഒരു ഉത്സവം പോലെ ആയിത്തീരുന്ന മട്ടിലായിരുന്നു ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയും ആ മന്ത്രോച്ചാരണവുമായിരുന്നുവെങ്കിൽ ആ സൂറത്താണ് നമുക്ക് വീടുകളിൽ ഇരുന്ന് ചൊല്ലാനുള്ളത്. ബിസിനസ് നടത്തുന്നവർ അവരുടെ കടയിലേക്ക് ഇറങ്ങുമ്പോൾ, രാവിലെ തന്നെ സുബ്ഹ് നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ, സാധനവുമായി പുറപ്പെടുമ്പോൾ, കച്ചവട ഷോപ്പിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, ഏരിയകളിലേക്ക്, ബിസിനസിന്റെ മേഖലയിലേക്ക് പോകുമ്പോൾ ദിവസവും രാവിലെ അതൊരു 11 വട്ടമോ ഒരു 50 വട്ടമോ അല്ലെങ്കിൽ 40 വട്ടമോ ഒക്കെ ചൊല്ലി ഇറങ്ങുക. അതിന്റെ പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല. എത്രയാ സാധിക്കുക അത്രയും ചൊല്ലുക. ഇത് ആണുങ്ങൾ പറയുന്നതോടൊപ്പം സ്ത്രീകള്, വീട്ടിലിരിക്കുന്ന നമ്മുടെ ഭാര്യമാരും, കച്ചവടം നടത്തുന്ന ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടി ഭാര്യമാരും അത് ധാരാളം ചൊല്ലണം. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു സ്ത്രീ വന്നിട്ട് തന്റെ ഭർത്താവിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച്, ബിസിനസിന്റെ പരാജയത്തെ കുറിച്ച്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയതിനെ കുറിച്ച്, പുറത്തിറങ്ങാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, അയൽക്കാരുടെ മുമ്പിലൊക്കെ കൊച്ചാകുന്നതിനെ കുറിച്ച് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ മഹദിയോട് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മഗ്രിബ് നിസ്കാരം നിസ്കരിക്കാറില്ലേ? അത് കൃത്യമായി നിസ്കരിച്ച് ആ പായയിൽ ഇരുന്നുകൊണ്ട് ഒരു കണക്ക് വെച്ചിട്ട് വദ്ദുഹാ സൂറത്ത് ധാരാളം പാരായണം ചെയ്യുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അള്ളാഹുവിനോട് ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത സൂറത്താണ്. അതിന് ശക്തി ഉണ്ടെങ്കിൽ എന്റെ ഈ ജീവിതത്തിന്റെ, ഞങ്ങളുടെ ഈ കൂട്ടുജീവിതത്തിന്റെ, എന്റെ ഭർത്താവിന്റെ ബിസിനസിന്റെ കാര്യത്തിൽ നീ ഒരു തുറസ് തരണം, ഒരു വിജയം തരണം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ കാര്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞിട്ട് 1 മാസവും കുറച്ച് ദിവസങ്ങളുമായപ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഉസ്താദെ, തങ്ങളെ, മഹാനവർകളെ, വദ്ദുഹാ സൂറത്തിന്റെ ശക്തി അപാരമാണ്. എന്റെ ഭർത്താവിന് നല്ല ഒരു ജോലി കിട്ടിയിരിക്കുന്നു, അവന് ധാരാളം സമ്പാദ്യം അല്ലാഹു നൽകി തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ചിട്ടുണ്ട്, ഒരു കരക്കെത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ട്, കടങ്ങളെല്ലാം കുറേശ്ശെയായി വീട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വിജയിക്കാനും എല്ലാ കടങ്ങളും തീരാനും ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നന്ദി പറയുകയാണ് ആ ഭർത്തൃമതിയായ പെണ്ണ്. എങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഐശ്വര്യം ഉണ്ടാകാൻ ഇൻഷാ അല്ലാഹ് വദ്ദുഹാ സൂറത്ത് തെറ്റുകൂടാതെ ഓതി പഠിക്കുക, അത് പാരായണം ചെയ്യുക. നെറ്റിലൊക്കെ നോക്കിയിട്ട് അറബികൾ പാരായണം ചെയ്യുന്ന വദ്ദുഹാ സൂറത്ത് മനോഹരമായി കേൾക്കുകയും തജ്വീദ് അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ മക്കൾക്കൊക്കെ കൃത്യമായി ഹിഫ്ള് പഠിക്കുന്നതിന് സഹായിക്കുക. വദ്ദുഹാ സൂറത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സൂറത്തുകളും മക്കള് എപ്പോഴും പാരായണം ചെയ്യുന്ന രൂപത്തിലും നിസ്കാരങ്ങളിൽ നമുക്ക് ആ സൂറത്തും അതിനുശേഷമുള്ള വദ്ദുഹാ അലം നശ്റഹ് സൂറ, ഈ 2 സൂറത്തുകൾ ഒരു ജോഡിയാണ്. അതെപ്പോഴും നിസ്കാരങ്ങളിൽ പാരായണം ചെയ്യാനും ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഐശ്വര്യം തരട്ടെ. നമ്മെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ. നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് പരസ്പരം ദുആകൾ പങ്കുവെക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.